പണ്ഡിതന്മാരെയും മൂഢന്മാരെയും ഭവാൻ തിരിച്ചറിയണം. പണ്ഡിതന്മാരുടെ ലക്ഷണങ്ങൾ ഞാൻ പറയാം. ആത്മബോധം, കർത്തവ്യനിഷ്ഠ, സഹനശക്തി, ധർമ്മനിരത്വത്വം എന്നീ ഗുണങ്ങൾ പണ്ഡിതന്മാർക്കുള്ള ലക്ഷണങ്ങളാണ്. പണ്ഡിതൻ ശ്രേയസ്കരങ്ങളായ കാര്യങ്ങളെ സ്വീകരിക്കുന്നു, നിന്ദ്യങ്ങളായവയെ നിരസിക്കുന്നു. അവൻ ആസ്തനീകനായിരിക്കും. എല്ലാ കാര്യങ്ങളിലും അവൻ ശ്രദ്ധാലുവായിരിക്കും. പണ്ഡിതൻ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളോ അതിന് സ്വീകരിക്കുന്ന തന്ത്രങ്ങളോ മറ്റാരെയും അറിയിക്കുകയില്ല. ചെയ്തു കഴിയുമ്പോൾ മാത്രമേ ചെയ്തുവെന്ന് അന്യർ അറിയൂ. അതുപോലെ ശീതോഷ്ണങ്ങളോ ഭയവ്യസനങ്ങളോ ക്രോധമോ ദാരിദ്ര്യ അനുഭവങ്ങളോ ഒന്നും തന്നെ അഭിജ്ഞന്മാരുടെ കർത്തവ്യങ്ങൾക്ക് വിഘ്നവും ഉണ്ടാക്കുകയില്ല. അകർത്തവ്യങ്ങളെ അവർ സ്പർശിക്കുകയുമില്ല. പണ്ഡിതൻ കാമത്തേക്കാൾ കൂടുതലായി അർത്ഥധർമ്മങ്ങളെ ബഹുമാനിക്കുന്നു. ഉത്സാഹിക്കുകയും യഥാശക്തി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് വിവേകിയുടെ ലക്ഷണം. അവനൊന്നിനെയും നിസ്സാരമായി തള്ളുകയില്ല. ക്ഷമയോടെ കാര്യങ്ങൾ കേൾക്കുകയും ക്ഷണത്തിൽ കാര്യം ഗ്രഹിക്കുകയും ചെയ്യും. ഒരിക്കലും കിട്ടാത്ത വസ്തുതകളിൽ ആശവിക്കുകയില്ല. നഷ്ടപ്പെട്ടതിനെപ്പറ്റി ദുഃഖിക്കുകയുമില്ല. ആപത്തുകളിൽ ധൈര്യം വെടിയുകയില്ല. നല്ലതുപോലെ ആലോചിച്ച് തീർച്ചപ്പെടുത്തി തക്ക സമയത്ത് വേണ്ടതിനെ ചെയ്യുന്നതാണ് പണ്ഡിത ലക്ഷണം. അങ്ങനെയുള്ളവർ തുടങ്ങിയ കാര്യം ഇടയ്ക്ക് വെച്ച് നിർത്തുകയില്ല. തനിക്ക് വന്നു ചേരുന്ന ശ്രേയസിൽ അമിതമായി ആമോദിക്കാതെയും അവനാകരണങ്ങളായ കാര്യങ്ങൾ വന്നുപെട്ടാൽ ദുഃഖിക്കാതെയും ഗംഗയുടെ കയം പോലെ അചഞ്ചല മാനസനായി നിൽക്കുന്നവനേവനാണോ അവനാണ് പണ്ഡിതൻ. അങ്ങനെയുള്ളവർ യോഗ്യന്മാരായ ആളുകളുടെ അഭിപ്രായത്തെ ഖണ്ഡിക്കുകയില്ല. എന്നാൽ ധർമ്മത്തിനോ ലോക നടപടിക്കോ വിപരീതമായ കാര്യത്തിന് വഴങ്ങുകയുമില്ല. ധാരാളം ധനവും വളരെ പഠിപ്പും നേടി വലിയ ഐശ്വര്യത്തോടും കൂടി കഴിയുന്നവന്റെ ഗർവ് ആ ഒരു ഗർവ് ഭാവിക്കാതെ ജീവിക്കുകയാണെങ്കിൽ അവൻ നിശ്ചയമായും പണ്ഡിതനായിരിക്കും. നിഷ്കാമമായിട്ട് മാത്രമേ അവൻ ദാനം ചെയ്യുകയുള്ളൂ. ഇനി മൂഢന്റെ ലക്ഷണങ്ങളും ഞാൻ പറയാം. മൂഢൻ അറിവില്ലെങ്കിലും അറിവുണ്ടെന്നുള്ള ഗർവ് കാണിക്കും. ശാസ്ത്രബോധമില്ലെങ്കിലും എല്ലാം അറിയുമെന്നും ഭാവിക്കും. കയ്യിൽ ഒന്നുമില്ലെങ്കിലും എല്ലാം തനിക്കാണെന്നുള്ള തൃഷ്ണ വർദ്ധിച്ച് എല്ലാറ്റിലും ആശ വയ്ക്കും. പണിയൊന്നും എടുക്കാതെ വേതനം ലഭിക്കുവാൻ ആഗ്രഹിക്കും. അവൻ തന്നിൽ സ്നേഹമില്ലാത്തവരോട് സ്നേഹം കാണിച്ച് അവരുടെ പിന്നാലെ നടക്കും. തന്നോട് സ്നേഹമുള്ളവരെ ഉപേക്ഷിക്കുകയും ചെയ്യും. കൂടാതെ അവൻ ബലവാന്മാരിൽ വിദ്വേഷമിളക്കി വിടും. ശത്രുവിനെ മിത്രമായി കാണുകയും മിത്രങ്ങളോട് ദ്വേഷിക്കുകയും ചെയ്യും. വളരെ ദുഷ്ടമായ കർമ്മങ്ങൾ ചെയ്യുവാൻ അവൻ ഒരു മടിയും ഉണ്ടായിരിക്കുകയില്ല. താൻ ചെയ്യേണ്ട എന്തിനേയും സംശയദൃഷ്ടിയോടെ മാത്രമേ അവൻ വീക്ഷിക്കുകയുള്ളൂ. വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാതെ വീഴ്ച വരുത്തുകയും ചെയ്യും. മൂഢൻ അന്യന്റെ വീട്ടിൽ വിളിക്കാതെ കയറി ചെല്ലുകയും തന്നോട് ചോദിക്കാതെ തന്നെ ഇടയിൽ കയറി ധാരാളം സംസാരിക്കുകയും ചെയ്യും. വിശ്വസിക്കാൻ കൊള്ളരുതാത്തവരെ വിശ്വസിക്കും. അന്യന്റെ കുറ്റങ്ങളെപ്പറ്റി വാതോരാതെ സംസാരിക്കുന്ന ജളൻ തന്നിലുള്ള അതേ കുറ്റങ്ങളെപ്പറ്റി അറിയുന്നതേയില്ല. തന്റെ ബലം എത്രയുണ്ടെന്നറിയാതെ തനിക്ക് അസാധ്യമായ കാര്യങ്ങളിൽ അവൻ പ്രവേശിക്കും. പ്രയത്നം കൂടാതെ എളുപ്പത്തിൽ സൂത്രവഴിക്ക് ധനം കരസ്ഥമാക്കുവാനായിരിക്കും മൂഢൻ ശ്രമിക്കുന്നത്. അവൻ അവരെ ആദരിക്കാത്തവനെ ശാസിക്കുകയും ദുഷ്ടന്മാരെ പൂജിക്കുകയും ചെയ്യും. മഹാരാജാവേ, വില്ലാളി എയ്തു വിടുന്ന ശരം ഒരാളെ കൊന്നെന്നും കൊന്നില്ലെന്നും വരാം. എന്നാൽ ബുദ്ധിമാൻ വിടുന്ന ബുദ്ധിയാകുന്ന ശരം ഭൂമണ്ഡലത്തെ മുഴുവൻ മൂടിച്ചു വിടും. ഭവാൻ ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ അറിയണം, അതിലുറച്ച് നിൽക്കണം. ചതുരുപായങ്ങളാകുന്ന സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നിവ കൊണ്ട് മിത്രം, ഉദാസീനൻ, ശത്രു എന്നീ 3 വർഗങ്ങളെയും അടക്കണം. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, തൊലി, രൂപം, ശബ്ദം, ഗന്ധം, രസം, സ്പർശം എന്നിവയിലാണ് പഞ്ചേന്ദ്രിയ വിഷയങ്ങൾ. ഈ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളെയും ജയിക്കണം. സ്ത്രീസേവ, ചൂതുകളി, മദ്യപാനം, നായാട്ട്, പരുക്ഷവാക്ക്, പരുക്ഷദണ്ഡം, അർത്ഥദൂഷണം എന്നീ സത്യവ്യസനങ്ങളെയും അകറ്റണം. ഇപ്രകാരം ചെയ്താൽ അങ്ങയ്ക്ക് സുഖമായി ജീവിക്കാം. രാജാവേ, ഭവാൻ ഒന്നല്ലാതെ രണ്ടില്ല. അങ്ങയ്ക്ക് പാണ്ഡവരും കൗരവരും ഒരേപോലെയാണ്. ഭവാൻ സത്യത്തെ മറക്കരുത്. സത്യം സ്വർഗത്തിലേക്കുള്ള സോപാനമാണ്. സമുദ്രത്തിൽ തോണി എന്ന പോലെ സത്യം മനുഷ്യനെ ആപത്തിൽ നിന്ന് കരകയറ്റിവിടും. സത്യം പോലെ വിശിഷ്ടമാണ് ക്ഷമയും. ക്ഷമാശീലനെ ചിലർ അശക്തനാണെന്ന് കരുതും. അതിലവന് ദോഷമൊന്നും ഭവിക്കുകയില്ല. ക്ഷമയാണ് പരമമായ ധനം. ക്ഷമ അശക്തന്മാർക്ക് ഗുണവും ശക്തന്മാർക്ക് ഭൂഷണവുമാണ്. ലോകത്തെ മുഴുവൻ വശീകരിക്കുവാൻ ക്ഷമയ്ക്ക് കഴിയും.
ക്ഷമയ്ക്ക് സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല. ശാന്തിയാകുന്ന ഖഡ്ഗം കയ്യിലെടുത്തവനോട് ദുർജനത്തിന് എന്ത് കാട്ടുവാൻ കഴിയും? ഉണക്കപ്പുല്ലില്ലാത്തടത്ത് തീ വീണാലത് തന്നെത്താനെ കിട്ടുപോവുകയല്ലേ ഉള്ളൂ. ക്ഷമാവാനായ പ്രഭുവും ദാനശീലനായ ദരിദ്രനും ഇവർ രണ്ടുപേരും സ്വർഗത്തിലും ഉപരിയായി നിലകൊള്ളുന്നു. അധ്വാനിക്കാൻ തയ്യാറില്ലാത്ത ദരിദ്രനെയും ദാനം ചെയ്യാത്ത ധനികനെയും വലിയ കരിങ്കല്ല് കഴുത്തിൽ കെട്ടി കയത്തിൽ താഴ്ത്തണം. ദുർജനങ്ങളെ സേവിക്കാതെയും പരുക്ഷവാക്കുകൾ പറയാതെയും ഇരുന്നാൽ ലോകത്തിൽ ആരാധ്യനായി തീരും. ധർമ്മനിഷ്ഠ, ക്ഷമാഗുണം, അഹിംസ എന്നീ രക്ഷാ കവചങ്ങൾ ഉള്ളവന് എവിടെയും ആരെയും ഭയപ്പെടേണ്ടതായി വരില്ല. സ്വന്തം തെറ്റിൽ സ്വയം ലജ്ജിക്കുന്ന പരിശുദ്ധനായ ധീരചിത്തൻ സ്വതേജസ്സാൽ സൂര്യതുല്യം കാന്തി ചുരിഞ്ഞ് സർവ്വലോകത്തിനും ഗുരുവായി ഭവിക്കും. ഹേ മഹാരാജാവി, ഞാൻ ഇത്രത്തോളം പറഞ്ഞതിൽ നിന്ന് ശ്രേയസിനായി പുരുഷൻ അനുവർത്തിക്കേണ്ടത് എന്താണെന്ന് ഭവാൻ ഗ്രഹിച്ചുവല്ലോ. പാണ്ഡുവിന്റെ പുത്രന്മാർ 5 പേരും ഇന്ദ്രതുല്യന്മാരാണ്. ഭവാനാണ് അവരെ വളർത്തിയതെന്നും അവർ ഭവാന്റെ ആജ്ഞ പാലിച്ചുകൊണ്ടാണ് വർത്തിക്കുന്നതെന്നും ഭവാൻ ചിന്തിക്കണം. പാണ്ഡവന്മാർക്കുള്ള രാജ്യം അവർക്ക് നൽകി ഭവാൻ പുത്രന്മാരോടും കൂടി സന്തോഷമായി വാഴുക. അങ്ങനെയായാൽ ദേവന്മാർക്കാവട്ടെ മനുഷ്യർക്കാവട്ടെ ഭവാൻ ഒരു ആക്ഷേപപാത്രമായി തീരുന്നതല്ല. ഇത്രയുമൊക്കെ പറഞ്ഞിട്ടും ധൃതരാഷ്ട്രന് സമാധാനമുണ്ടായില്ല. ചഞ്ചലമായ അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. തൻ്റെ പുത്രന്മാർക്ക് ഇപ്പോഴുള്ളതൊന്നും നഷ്ടപ്പെടാതെ യുധിഷ്ഠിരനെ എങ്ങനെ തൃപ്തിപ്പെടുത്തേണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. അദ്ദേഹം പറഞ്ഞു, ഉറക്കം വരാതെ ചിന്തയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു തരൂ. വരാൻ പോകുന്ന ദുഃഖകരമായ സംഭവങ്ങളിൽ ഞാൻ ആകുലപ്പെടുന്നു. യുധിഷ്ഠിരന് ഇഷ്ടമായിട്ടുള്ളതും കൗരവർക്ക് ശ്രേയസ്കരമായി ഭവിക്കുന്നതുമായ കാര്യം ഭവാൻ ഉപദേശിച്ചാലും. ഇതും കൂടി കേട്ടപ്പോൾ വിതുരന്റെ ഉപദേശം തുടർന്നു. മഹാരാജാവേ, വിദ്യാകർമ്മങ്ങളെ ചെയ്യരുത്. എന്ത് ചെയ്യുമ്പോഴും അതിന് തക്ക പ്രയോജനമുണ്ടാവണം. ആലോചിക്കാതെ വേഗത്തിൽ ഒന്നും ചെയ്യരുത്. സാഹചര്യങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ട് മാത്രമേ എന്തും പ്രവർത്തിക്കാവൂ. രാജ്യം കിട്ടിയെന്നും താൻ രാജാവായെന്നും വിചാരിച്ച് അശ്രദ്ധനായിരിക്കുന്നവൻ കാലം കൊണ്ട് അതമ്പതിക്കുന്നത് തന്നെ ചെയ്യും. വിഴുങ്ങിയാൽ ദഹിക്കുന്നത് മാത്രമേ വിഴുങ്ങാവൂ. വൃക്ഷത്തിന്റെ പക്വമാകാത്ത ബലം പൊട്ടിച്ചെടുത്താൽ അതിന് ആസ്വാദ്യത ഉണ്ടാവുകയില്ല. അതിൻ്റെ വിത്ത് മുളയ്ക്കുകയുമില്ല. യഥാകാലം പഴുത്തു പാകം വന്ന ഫലമാണെങ്കിൽ അത് ആസ്വദിക്കാം. അതിൻ്റെ വിത്ത് മുളച്ച് വീണ്ടും വൃക്ഷമായി ഫലത്തെ നൽകും. പൂക്കൾക്ക് കേട് സംഭവിക്കാതെ മധുബൻ മധു സംഭരിക്കുന്നത് പോലെ വേണം മർത്യരിൽ നിന്ന് രാജാവ് അർത്ഥം നേടേണ്ടത്. എന്ത് ചെയ്യുമ്പോഴും അത് ചെയ്താലും ഇല്ലെങ്കിലും ഉണ്ടാകുന്ന ഗുണവും ദോഷവും നല്ലതുപോലെ ചിന്തിക്കണം. ആവശ്യമുള്ളതൊന്നും അനർത്ഥമില്ലാത്തതാണെന്നും ബോധ്യം വന്നാൽ മാത്രമേ എന്തും ചെയ്യാവൂ. നോട്ടം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ലോകത്തെ സന്തോഷിപ്പിക്കുന്നവനെ മാത്രമേ ലോകം ഇഷ്ടപ്പെടുകയുള്ളൂ. വെറുപ്പിക്കുന്നവനെ ലോകം വെറുക്കും. വേടൻ മാനുകളെ ഭയപ്പെടുന്നത് പോലെ ലോകത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവൻ കടലോളം വിസ്തൃതമായ ഭൂമി മുഴുവൻ നേടിയാലും താഴെ വീഴുകയുള്ളൂ. ധർമ്മത്തിലൂടെ സമ്പാദിച്ചതേ നിലനിൽക്കൂ. ധർമ്മമാണ് സുഖത്തിനും സമാധാനത്തിനുമെല്ലാം ഹേതു. അതിനാൽ രാജ്യം പിടിച്ചടക്കുന്നതും ഭരിക്കുന്നതും ധർമ്മത്തിലൂടെ ആയിരിക്കണം. തട്ടിപ്പറിച്ചവന് ശ്രേയസ്സുണ്ടാവുമെന്ന് കരുതരുത്. കറക്കുവാൻ സമ്മതിക്കാത്ത പശുവിനെ കറക്കുവാൻ വളരെ ക്ലേശിപ്പിക്കേണ്ടി വരുന്നു. സുഖമായി കറക്കുവാൻ സമ്മതിക്കുന്ന പശുവിനെ ആരും ക്ലേശിപ്പിക്കാറില്ല. അതുപോലെ അധാർമികരും കാര്യങ്ങളെ നടത്താറുണ്ട്. എന്നാൽ ധാർമ്മികന്മാർക്കല്ലാത്ത ക്ലേശങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരുന്നു. സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നത് ദരിദ്രന്മാരാണ്. സമ്പന്നന്മാർക്ക് എന്തൊക്കെ ഉണ്ടായാലും വിശപ്പില്ലാതായിരുന്നതിനാൽ രുചിയില്ലാതെയായി പോകുന്നു. ആകയാൽ ദരിദ്രനെ പോലെ സുഖമായി ആഹരിക്കുവാൻ സമ്പന്നർക്ക് സാധിക്കുന്നില്ല. ഉപജീവനത്തിന് മാർഗം കാണാത്തതിനാലാണ് നീചന്മാർക്ക് ഭയം. മധ്യമന്മാർ മരണത്തെ ഭയപ്പെടുന്നു. എന്നാൽ ഉത്തമന്മാരുടെ ഭയം ഭക്ഷണമില്ലായ്മയിലോ മരണത്തിലോ അല്ല, അവർ അപമാനത്തെയാണ് ഭയപ്പെടുന്നത്. സ്വന്തം മനസ്സാണ് ഒരുവന്റെ ഒന്നാമത്തെ ശത്രു. സ്വമനസ്സിനെ കീഴടക്കാതെ അമാത്യന്മാരെ കീഴടക്കുവാൻ നോക്കിയാൽ ഫലമുണ്ടാവുകയില്ല. അമാത്യന്മാരെ കീഴടക്കാതെ ശത്രുക്കളോട് യുദ്ധത്തിന് പോയാൽ അവൻ തോറ്റ് നശിച്ചു പോകും. ഇന്ദ്രിയങ്ങളെ ജയിക്കുകയും ആത്മാവിനെ അറിയിക്കുകയും ചെയ്തതിനു ശേഷം അപരാധികളെ ശിക്ഷിക്കുന്നതിൽ ജാഗ്രതയുള്ളവനായി സൂക്ഷിച്ചു പ്രവർത്തിക്കുന്ന ധീരന് ഐശ്വര്യമുണ്ടാവും. പുരുഷൻ അവൻ്റെ ശരീരം രഥമാകുന്നു. മനസ്സ് തേരാളിയാണ്. ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ. ഇണങ്ങിയ അശ്വങ്ങളെ പൂട്ടിയ രഥം പോലെ ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവൻ സുഖമായി ജീവിതയാത്ര ചെയ്യും.
അജിതേന്ദ്രിയായ മൂഢൻ അനർത്ഥത്തെ അർത്ഥമായും കാണും. യോഗ്യന്മാരായ രാജാക്കന്മാർ പോലും ഇന്ദ്രിയങ്ങൾക്ക് ദാസന്മാരായി രാജഭ്രാന്തന്മാരായി കാണാറുണ്ട്. ദുഷ്ടന്മാരെ ഉപേക്ഷിച്ചില്ല എങ്കിൽ അവരുടെ ഇടയിൽ നിൽക്കുന്ന ശിഷ്ടന്മാർക്കും തുല്യമായ ദുഃഖം വന്നുകൂടും. ഉണക്കക്കൊള്ളിയുടെ ഇടയിൽ കിടക്കുന്ന പച്ചവിറകം കത്തിപ്പോകുന്നു. ആകയാൽ പാപാത്മാക്കളോട് ഒരിക്കലും ചേർന്നു നിൽക്കരുത്. വാക്കെടുക്കുക എന്നത് അസാധ്യമാണ്. സാഗരഗർഭവും ഭംഗിയുമായി സംസാരിക്കുവാൻ വിഷമമാണ്. വാക്ക് നന്നായി പറയുകയാണെങ്കിൽ അത് പല നന്മകളെയും ഉണ്ടാക്കുന്നു. ചീത്തയായി പറയുകയാണെങ്കിൽ ആ വാക്ക് പല അനർത്ഥങ്ങളും വരുത്തിക്കൂട്ടും. അമ്പുകൊണ്ടുണ്ടാകുന്ന വ്രണം ഉണങ്ങും. മഴ കൊണ്ട് വെട്ടി നശിപ്പിച്ച കാട് വീണ്ടും മുളച്ചു തഴയ്ക്കും. എന്നാൽ ദൂഷ്യമായ വാക്ക് പറഞ്ഞിട്ടുണ്ടാകുന്ന വാഗ്വ്രണം ഒരിക്കലും ഉണങ്ങുകയില്ല. അന്യനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒരിക്കലും പറയരുത്. ഹേ രാജാവേ, ഭവാന്റെ പുത്രന്മാർക്ക് ബുദ്ധി പിഴച്ചിരിക്കുന്നു. അങ്ങയ്ക്ക് അവരിലുള്ള പ്രീതി നിമിത്തം അങ്ങിതൊന്നും അറിയുന്നില്ല. കുരുവംശത്തിൽ സൽഗുണം കൊണ്ട് ഉയർന്നു നിൽക്കുന്നവനാണ് യുധിഷ്ഠിരൻ. അവൻ തേജസ്സും പ്രജ്ഞയും ചേർന്നവനാണ്. ധർമാർത്ഥങ്ങളുടെ കാതൽ കണ്ടവനാണ്. കോപാലുവും സത്യസന്ധനുമായ അവൻ ധർമ്മനിഷ്ഠന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാണ്. ഭവാൻ ഗുരുവാണല്ലോ എന്ന് ചിന്തിച്ച് ആ സൽഗുണ സമ്പന്നനെ എല്ലാ ക്ലേശങ്ങളും സഹിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആകർഷണീയവും വിദഗ്ധവുമായ വിതുരന്റെ വാചോവിലാസത്തിൽ മുഴങ്ങിയ ധൃതരാഷ്ട്രർ വിതുരനെ പുകഴ്ത്തി. അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കും തോറും പിന്നെയും പിന്നെയും അതുപോലെയുള്ള വാക്കുകൾ കേൾക്കണമെന്നുള്ള ആഗ്രഹം വിതുരൻ പ്രകടിപ്പിച്ചു. വിതുരൻ തന്റെ ഉപദേശം തുടർന്നു. തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നത് പുണ്യമാണ്. വക്രതയില്ലാത്ത സത്യസന്ധമായി പെരുമാറുന്നതാണല്ലോ ആർജവം. അങ്ങനെയുള്ള ആർജവവും എല്ലാ ജീവികളോടും കാട്ടിയാൽ അതും പുണ്യമാണ്. ഇവ രണ്ടും തുല്യമാണെങ്കിലും മേന്മയേറിയ പുണ്യം ആർജവമാണ്. ആർജവമില്ലാത്തവന് തീർത്ഥസ്നാനം കൊണ്ട് പുണ്യമൊന്നും ലഭിക്കുകയില്ല. ആർജവമുള്ള ഒരാൾക്ക് എപ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നുള്ള തോന്നുകയുള്ളൂ. സൽക്കർമ്മങ്ങൾ ചെയ്താൽ സൽകീർത്തി ഉണ്ടാകും. സൽകീർത്തി സമ്പാദിച്ചാൽ സ്വർഗം ലഭിക്കും. പുണ്യമായ കീർത്തി ലോകത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഭവാന് സ്വർഗത്തിലേക്ക് പൂജ്യമായ സ്ഥാനമായിരിക്കും ഉണ്ടാവുക. പുത്രസ്നേഹം മൂലം അങ്ങ് ആർജവം കൈവടിയുകയാണ്. അതങ്ങയ്ക്ക് ദുഷ്കീർത്തിയാണ് ഉണ്ടാക്കുന്നത്. സ്നേഹത്തിന്റെ പേരിൽ ആർജവം വിടരുതെന്നുള്ളത് ഉദാഹരണമായി ഞാനൊരു കഥ തന്നെ പറയാം. പണ്ട് കേശിനി എന്നു പേരായി ലാവണ്യവതിയായ ഒരു കന്യക ഉണ്ടായിരുന്നു. അവൾ അങ്കിരസന്റെ പുത്രനായ സുധന്വാവ് എന്നൊരു ബ്രാഹ്മണ യുവാവിൽ അനുരക്തയായി. എന്നാൽ പ്രഹ്ലാദന്റെ പുത്രനായ വിരോചനൻ എന്ന ദൈത്യൻ കേശിനിയെ കാംക്ഷിച്ച് അവളെ സമീപിച്ച് തന്നെ വരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. കേശിനി പറഞ്ഞു, രണ്ടുപേരെയും കൂടി വരിക്കുവാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളിൽ കൂടുതൽ യോഗ്യതയുള്ളവ ആളിനെ ഞാൻ വരിക്കാം. സുധന്യാവും വിരോചനും കൂടി തർക്കമായി. തനിക്കാണ് കൂടുതൽ യോഗ്യതയെന്ന അസുരനും അസുരനെ ശപിച്ചു കൊല്ലുവാൻ പോലും കഴിയുന്ന ബ്രാഹ്മണനായ തനിക്കാണ് കൂടുതൽ യോഗ്യതയെന്ന് സുധന്വാവും വാദിച്ചു. തർക്കം മൂത്തു. എന്തു പന്തയം വെച്ചും തർക്കത്തിൽ മത്സരിക്കാമെന്ന് വിരോചനൻ പറഞ്ഞു. ഏതു വിദ്വാന്റെ അടുത്തും തർക്ക നിവാരണത്തിന് പോകുന്നതിനും അവൻ സന്നദ്ധനായി. അവർ ഇരുവരും അവരുടെ പ്രാണൻ തന്നെ പന്തയമായി വെക്കുവാൻ തീരുമാനിച്ചു. ആരുടെ അടുത്ത് പോയിട്ടാണ് തർക്കം പരിഹരിക്കുവാൻ ആവശ്യമായ ഉപദേശം വാങ്ങേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, പ്രഹ്ലാദൻ നിന്റെ അച്ഛനാണല്ലോ. അദ്ദേഹം പേരുകേട്ട നീതിമാനാണ്. പ്രാണൻ പണയം വെച്ചിട്ടാണ് വാദിക്കുന്നതെന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്യാം. പുത്രനു വേണ്ടിയായാലും പ്രഹ്ലാദൻ അസത്യം പറയുകയില്ല. ഇരുവരും പ്രഹ്ലാദന്റെ സമീപത്തെത്തി. കീരിയും പാമ്പും പോലെ ശത്രുക്കളായ ഇരുവരും കൂടി ഒരുമിച്ച് വരുന്നത് കണ്ടപ്പോൾ പ്രഹ്ലാദൻ അത്ഭുതപ്പെട്ടു. മുമ്പെങ്കും ഒരുമിച്ച് നടന്നിട്ടില്ലാത്ത ഇവർ എങ്ങനെ സഹകാരികളായി തീർന്നുവെന്ന് പ്രഹ്ലാദൻ ആരാഞ്ഞു. വിരോചനൻ പറഞ്ഞു, എനിക്ക് സുധനുവുമായി ഒരു സഖ്യവുമില്ല. ഞങ്ങൾ ജീവൻ പന്തയം വെച്ച് വാദിച്ചിരിക്കുകയാണ്. ഭവാനോട് തത്വം ചോദിക്കുവാൻ വന്നതാണ്. സുധന്വാവ് പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സത്യമായി മറുപടി പറയുവാൻ ഭവാൻ പറഞ്ഞാലും. ബ്രാഹ്മണനായ ഞാനോ അതോ ഈ വീരോചൈത ദൈത്യനോ ആരാണ് കൂടുതൽ യോഗ്യനെന്ന് ഞങ്ങളുടെ തർക്കം. അതിൻ്റെ ശരിയായ മറുപടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. പ്രഹ്ലാദൻ അത് കേട്ട് ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരാൾ എൻ്റെ പുത്രനാണ്, മറ്റേയാൾ നേരെ വന്നു കയറിയ അതിഥിയാണ്. ഇവർ തമ്മിൽ വാദി ചോദിച്ചാൽ ഞാനെന്തു പറയും? സുധന്വാവ് പറഞ്ഞു, രണ്ടുപേർ തമ്മിൽ വാദിക്കുമ്പോൾ പുത്രനെന്നോ അതിഥിയെന്നോ നോക്കാതെ നീതിമാനായ ഭവാൻ ഏതാണ് ശരിയെന്ന് പറയണം. പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു, എടോ വിരോചന, സുധന്വാവിൻ്റെ പിതാവായ അങ്കിരസ് എന്നേക്കാൾ ശ്രേഷ്ഠനാണ്.
നിന്റെ മാതാവിനേക്കാൾ സുധന്വാവിൻ്റെ മാതാവിന് ശ്രേഷ്ഠത കൂടും. ആകയാൽ നിന്നേക്കാൾ ശ്രേഷ്ഠനാണ് സുധന്വാവ്. നിങ്ങളുടെ തർക്കത്തിൽ സുധന്വാവ് ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ പ്രാണൻ ഇപ്പോൾ അയാളുടെ കയ്യിലാണ്. ഹേ സുധന്വാവേ, ഭവാൻ എന്നിൽ കരുണയുണ്ടാകണം. വിരോചനന്റെ ജീവൻ എനിക്ക് വിട്ടുതരണമെന്ന് അപേക്ഷിക്കുന്നു. സുധന്വാവ് പറഞ്ഞു, ഹേ പ്രഹ്ലാദ, സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഭവാനിൽ പ്രസാദിച്ചിരിക്കുന്നു. ഭവാന്റെ പുത്രനെ ഞാൻ അങ്ങയ്ക്ക് വിട്ടുതരുന്നു. ഹേ ധൃതരാഷ്ട്ര രാജാവേ, ഈ കഥ ഭവാൻ ഗ്രഹിക്കുക. പുത്രനു വേണ്ടി സത്യം പറയാഞ്ഞാൽ പുത്രമാത്യന്മാരോടും കൂടി ഭവാൻ നശിക്കും. അതിന് ഭവാൻ ഇടയാക്കരുത്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നാം കാര്യകാര്യങ്ങൾ തിരിച്ചറിയണം. എത്രത്തോളം ഒരുവന് നന്മയിൽ മനസ്സ് ചെല്ലുന്നുവോ അത്രത്തോളം അവന് അർത്ഥസിദ്ധി ഉണ്ടാവും. വൃദ്ധന്മാരില്ലാത്ത സഭ സഭയാവുകയില്ല. ധർമ്മജ്ഞാന്മാരില്ലാത്ത വൃദ്ധന്മാർ വൃദ്ധന്മാരുമില്ല. സത്യം കൂടാതെയുള്ളത് ധർമ്മമാവുകയുമില്ല. രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ പകൽ പ്രയത്നിക്കണം. മഴക്കാലത്ത് സുഖമായി ഇരിക്കണമെങ്കിൽ അതിനു മുമ്പത്തെ 8 മാസം കൊണ്ട് ധനം സമ്പാദിക്കണം. യൗവനത്തിൽ പ്രയത്നിച്ചാലേ വാർദ്ധക്യത്തിൽ സുഖിക്കുവാൻ കഴിയൂ. അതുപോലെ പരലോകത്ത് സുഖിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇഹലോകത്ത് വേണ്ട കർമ്മം ചെയ്യണം. തോൽക്കുകയോ തോൽപ്പിക്കുകയോ എതിർക്കുകയോ തടുക്കുകയോ ചെയ്യാതെ നിന്ദയോടും പ്രശംസയോടും ഒരുപോലെ കരുതുന്നവനാരോ അവനൊരിക്കലും ദുഃഖിക്കേണ്ടി വരുന്നില്ല. കോപത്താൽ ഭയപ്പെടുത്തുകയോ ശങ്കയോട് ഉപചരിക്കുകയോ ചെയ്യുന്നത് മിത്രത്തിന് പറ്റിയതല്ല. പിതാവിനെ പോലെ ആശ്വസിപ്പിക്കുന്നവനാണ് മിത്രം. അന്യരൊക്കെ കൂട്ടുകാർ മാത്രമാണ്. മിത്രങ്ങളെ പിണക്കിയാൽ എപ്പോഴും ദുഃഖിക്കേണ്ടി വരും. സന്താപം മൂലം സൗന്ദര്യം നശിക്കും. സന്താപം മൂലം ബലവും ക്ഷയിക്കും. സന്താപം മൂലം ജ്ഞാനം നശിക്കും. സന്താപം മൂലം വ്യാധി ഉണ്ടാവുകയും ചെയ്യും. ശോകം വളർന്നാൽ ഇഷ്ടങ്ങൾ സാധിക്കാതെ വരും. ശത്രുക്കൾക്ക് സന്തോഷിക്കുവാൻ അത് ഹേതുവാവുകയും ചെയ്യും. അതുകൊണ്ട് മിത്രദ്രോഹം തുമൂലമുള്ള ശോകത്തിൽ ഭവാൻ പെട്ടുപോകരുത്. മനുഷ്യൻ വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യും. വീണ്ടും വീണ്ടും അഭിവൃദ്ധിപ്പെടുകയും ക്ഷയിക്കുകയും ചെയ്യും. വീണ്ടും വീണ്ടും യാചിക്കുകയും യാചന ചെവികൊള്ളുകയും ചെയ്യും. വീണ്ടും വീണ്ടും ദുഃഖിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യും. ഈ സംസാരത്തിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. സുഖദുഃഖങ്ങൾ, ലാഭലാഭങ്ങൾ, ഭാവഭാവങ്ങൾ, ജനന മരണങ്ങൾ എന്നിവയെല്ലാം മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ധീരന്മാർ ലവയിൽ സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുകയില്ല. വിദുരഹിത വാക്യങ്ങൾ കേൾക്കുന്തോറും ധൃതരാഷ്ട്രരുടെ ആദി കൂടിക്കൂടി വന്നതേയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭയം വർദ്ധിച്ചു. സമാധാനം നശിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്ത മിഥ്യായ കർമ്മങ്ങൾ മന്ദന്മാരായ എൻ്റെ മക്കൾക്ക് യുദ്ധത്തിൽ നാശം വരുത്തി അവസാനിപ്പിക്കും. അക്കാര്യം ഓർക്കുമ്പോൾ ദുഃഖം എന്നെ വിടുന്നില്ല. എന്നും ദുഃഖിക്കുവാൻ വേണ്ട കാരണങ്ങളാണല്ലോ ഞാൻ ചെയ്തതൊക്കെ. എൻ്റെ മനസ്സ് എപ്പോഴും ഭയത്താൽ ഉഴലുകയാണ്. എൻ്റെ ഉത്കണ്ഠ വർദ്ധിക്കുകയാണ്. ഇനി അഭയസ്ഥാനം എന്താണെന്ന് പറഞ്ഞു തരൂ വിതുര. വിതുരൻ തൻ്റെ ഉപദേശം തുടർന്നു. മഹാരാജാവേ, ബുദ്ധി ശരിയായി വിനിയോഗിച്ചാൽ ഭയം ഒഴിഞ്ഞു പോകും. നന്നായി വിരിച്ച മൃദുലമായ കിടക്കയിൽ കിടന്നാലും ഭേദദൃഷ്ടി ഉണ്ടായാൽ അവൻ ഉറക്കം കിട്ടുകയില്ല. ഭേദബുദ്ധിയുള്ളവന് പദ്യവാക്കു പറഞ്ഞാൽ രസിക്കുകയില്ല. ഭേദബുദ്ധി ബാധിച്ചവന് സർവനാശമല്ലാതെ വേറെ ഗതിയൊന്നും ഞാൻ കാണുന്നില്ല. കനം കുറഞ്ഞ നൂലുകൾ കൂട്ടിപ്പിരിച്ചാൽ ബലപ്പെടുന്നു. ഈ നൂലുകൊണ്ട് കാര്യമായ പല വേലകളും ചെയ്യുവാൻ കഴിയുന്നു. അടുപ്പിലെ കൊള്ളികൾ വേർതിരിച്ചിട്ടാൽ പുകയും, കൂട്ടിച്ചേർത്താൽ ജ്വലിക്കും. ഹേ ധൃതരാഷ്ട്ര, അതുപോലെയാണ് ജ്ഞാനികളുടെ, അതായത് പിതാവ് വഴിയുള്ള ബന്ധുക്കളുടെ കഥയും. അന്യോന്യം ആശ്രയിച്ച് കൈകോർത്ത് നിന്നാൽ പൊൻതാമര പോലെ ബന്ധുജനങ്ങൾ വർദ്ധിക്കും. ഭവാൻ ദുഃഖാതുരനായി നാൾ കഴിച്ചിട്ട് എന്താണ് കാര്യം? ഭവാൻ ഇനിയെങ്കിലും നല്ലത് ചെയ്യുക. പാണ്ഡവന്മാരുടെ ശത്രുമിത്രങ്ങൾ ധാർത്തരാഷ്ട്രന്മാരുടെയും ധാർത്തരാഷ്ട്രന്മാരുടെ ശത്രുമിത്രങ്ങൾ പാണ്ഡവന്മാരുടെയും ആകണം. അങ്ങനെ കുരുവംശ ജനമെല്ലാം ഒന്നായി ഒരേ മനസ്സോടെ ഇണങ്ങി സമൃദ്ധരായി സുഖമായി ജീവിക്കട്ടെ. രാജേന്ദ്ര, ഭവാൻ ദുര്യോധനനെ വേണ്ട പോലെ നിയന്ത്രിച്ച് നിർത്തുക. ധൃതരാഷ്ട്രൻ വിതുരന്റെ വാക്കുകളിൽ അങ്ങേയറ്റം ആകൃഷ്ടനായി. എങ്കിലും പുത്രവാത്സല്യം അദ്ദേഹത്തിനെ അവശനാക്കി. അദ്ദേഹം പറഞ്ഞു, ഭാവിയിൽ ശ്രേയസ് ഉണ്ടാകുവാൻ പ്രജ്ഞന്മാർ സമ്മതിക്കുന്ന വാക്കുകളാണ് ഭവാൻ പറയുന്നത്. എന്നാൽ പുത്രനെ ഉപേക്ഷിക്കുവാൻ എനിക്ക് വയ്യ. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയവും ഉണ്ടാകട്ടെ. അല്ലാതെ ഞാൻ എന്തു ചെയ്യും? വിതുരൻ പിന്നെയും ഉപദേശങ്ങൾ നൽകി. ധൃതരാഷ്ട്രരെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു. അദ്ദേഹം തുടർന്നു, മഹാരാജാവേ, 100 പേർ വനമാണ്. പാണ്ഡവന്മാർ വ്യാഘ്രങ്ങളാണ്. വ്യാഘ്രങ്ങളുള്ള കാട് വെട്ടിമുറിക്കരുത്.
കാടുവെട്ടി വ്യാഘ്രങ്ങളെ ഓടിക്കരുത്. വ്യാഘ്രങ്ങളില്ലെങ്കിൽ കാടില്ല, കാടില്ലെങ്കിൽ വ്യാഘ്രങ്ങളുമില്ല. വ്യാഘ്രങ്ങൾ കാടിനെയും കാടു വ്യാഘ്രങ്ങളെയും രക്ഷിക്കും. ദരിദ്രനും ദീനനും രോഗിയുമായ ബന്ധുക്കളെ എപ്പോഴും സഹായിച്ച് അനുഗ്രഹിക്കണം. അങ്ങനെ ചെയ്യുന്നവൻ പുത്രധന സമൃദ്ധിയോടെ ശ്രേയസ് നേടും. ആത്മസുഖത്തെ ഇച്ഛിക്കുന്നവൻ ബന്ധുക്കളുടെ അഭിവൃദ്ധിക്കായി ശ്രമിക്കേണ്ടതാണ്. അതിൽ നിന്നാണ് കുലം അഭിവൃദ്ധിപ്പെടുക. അങ്ങനെയിരിക്കെ ഗുണവാന്മാരും ഭവാന്റെ പ്രസാദത്തെ കാംക്ഷിക്കുന്നവരുമായ പാണ്ഡവന്മാരിൽ ഭവാൻ എന്താണ് പ്രസാദിക്കാത്തത്? അവർക്ക് ജീവിക്കുവാൻ വേണ്ടി ചില ഗ്രാമങ്ങളെങ്കിലും നൽകുക. അവരോട് ചേർന്ന് നിന്നാൽ അങ്ങ് ശത്രുക്കൾക്ക് അദൃശ്യനായി ഭവിക്കും. ഭവാന് രക്ഷയ്ക്കിനിയും വഴിയുണ്ട്. മേലാൽ വേണ്ടാതിനെ പറ്റിയുള്ള ചിന്ത ബുദ്ധിമാന്മാരിലേ ഉണ്ടാകൂ. ദുര്യോധനൻ പണ്ട് പാണ്ഡവന്മാരിൽ പാതകം ചെയ്തിട്ടുണ്ടെങ്കിലും കുലവൃദ്ധനായ ഭവാൻ അതൊക്കെ വേറെയാക്കേണ്ടതാണ്. ധീരന്മാർ പറയുന്ന നല്ല വാക്കുകൾ ഫലത്തിൽ കണ്ടറിഞ്ഞ് കാര്യങ്ങളിൽ ഉദ്യമിക്കുന്നവൻ വളരെ കാലം കീർത്തിമാനായി പരിലസിക്കും. മുമ്പേ ചെയ്ത കുറ്റത്തെ ആലോചിക്കാതെ പിന്തുടർന്നാൽ ദുരാശയും വിഷമവും അഗാധവുമായ ചളിക്കുണ്ടിൽ പതിക്കുന്നതാണ്. ഒരുവൻ മൈത്രിയെ കൈക്കൊള്ളണമെങ്കിൽ യുക്തി കൊണ്ട് ചിന്തിക്കണം, ബുദ്ധി കൊണ്ട് നിശ്ചയിക്കണം, മറ്റുള്ളവരിൽ നിന്നും ചോദിച്ചറിയണം, താൻ തന്നെ കാണണം, പ്രജ്ഞന്മാരിൽ നിന്ന് അറിയുകയും വേണം. അങ്ങനെ ശരിയായി പരീക്ഷിച്ചിട്ടേ ബന്ധുക്കളെ തിരഞ്ഞെടുക്കാവൂ. മര്യാദ തെറ്റിക്കാതെ നടക്കുന്ന ഒരുവൻ താണകുലത്തിൽ ജനിച്ചവനായാലും അവനെ കുലീനനായി തന്നെ കണക്കാക്കണം. മുതുവും ലജ്ജാവനും ധാർമ്മികനുമായവൻ 100 കുലീനന്മാരെക്കാൾ ശ്രേഷ്ഠതരൻ തന്നെയാണ്. ശരിയായ മിത്രം കൃതജ്ഞനും ധാർമ്മികനുമായിരിക്കും. അവൻ സത്യവാദിയും ദൃഢഭക്തിയുള്ളവനും നിൽക്കേണ്ടിടക്ക് നിൽക്കുന്നവനും ഉറച്ച സ്നേഹമുള്ളവനുമായിരിക്കും. തനിക്ക് അഭിപ്രായം എന്തെന്നോ അതൊന്നും മറ്റൊരുവനിൽ ചെയ്യരുത്. നിത്യവും വണങ്ങി വൃദ്ധരെ സേവിക്കുന്നവർക്ക് കീർത്തി, യശസ്, ആയുസ്, ശക്തി എന്നിവ നാലും വളരുന്നതാണ്. ലോകത്തിലുള്ള നെല്ല്, യവം, സ്വർണം, സ്ത്രീകൾ, പശുക്കൾ ഇതെല്ലാം ഒരാൾക്ക് ലഭിച്ചാൽ പോലും ഇയാൾക്ക് മതിയാവുകയില്ല. ഈ യാഥാർത്ഥ്യം നല്ലതുപോലെ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അവയിൽ ശ്രമിക്കുമോ? സുഖമർത്ഥിക്കുന്നവന് എവിടെ വിദ്യയുണ്ടാകും? വിദ്യാർത്ഥിക്ക് എവിടെ സുഖം ലഭിക്കും? സുഖാർത്ഥി വിദ്യയെയും വിദ്യാർത്ഥി സുഖത്തെയും ഉപേക്ഷിക്കണം. മഹാരാജാവേ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഭവാൻ മക്കളിൽ എല്ലാവരിലും സമഭാവനയോടെ പെരുമാറുക. പാണ്ഡവന്മാരെയും അങ്ങയുടെ പുത്രന്മാരായി കരുതാം. അവരിലും കൗരവന്മാരിലും ഭവാൻ തുല്യമായ നില പുലർത്തുക. ധൃതരാഷ്ട്രം ഇത് കേട്ട് പറഞ്ഞു, ഹേ വിതുര, നീ എന്നോട് എപ്പോഴും പറയാറുള്ളതുപോലെ ഇക്കാര്യം എനിക്കും തോന്നാറുള്ളതാണ്. എന്നും പാണ്ഡവരെ പറ്റി ചിന്തിച്ച് ഞാൻ അവർക്ക് അനുകൂലമായി നിശ്ചയിക്കും. എന്നാൽ ദുര്യോധനൻ അടുത്തു വരുമ്പോൾ ആ നിശ്ചയമൊക്കെ അഴിഞ്ഞു പോകും. ആർക്കും അതിക്രമിക്കുവാൻ വയ്യാത്തതാണല്ലോ വിധി. ദൈവം തന്നെയാണ് വലുത്. പൗരുഷം വ്യർത്ഥമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിന്റെ വാക്കുകളിൽ ആത്മവിദ്യയെപ്പറ്റി അവിടെ സൂചിപ്പിച്ചുവല്ലോ. എനിക്കത് വിസ്തരിച്ച് പറഞ്ഞു തരണം. കേൾക്കുന്നതിന് ആഗ്രഹമുണ്ട്. വിതുരൻ തുടർന്നു, ആത്മവിദ്യയെപ്പറ്റി എനിക്കറിയാം. എന്നാൽ ഞാൻ ജാതിയിൽ ശൂദ്രനാകിയാൽ അത് ഉദ്ദേശിക്കുന്നതിനുള്ള അധികാരമില്ല. എന്നാൽ കുമാരനും നിത്യനുമായ സനൽ സുജാത മഹർഷി ഇതങ്ങയ്ക്ക് ഉപദേശിച്ചു തരും. വിതുരൻ മഹർഷിയെ സ്മരിച്ചു. മഹർഷി പ്രത്യക്ഷപ്പെട്ടു. വിതുരന്റെ അപേക്ഷ പ്രകാരം മഹർഷി ധൃതരാഷ്ട്രന് ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തു. മഹർഷിയും വിതുരനും ചേർന്ന് നൽകിയ ജ്ഞാനോപദേശങ്ങൾ കേട്ട് ധൃതരാഷ്ട്രർ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി. അദ്ദേഹം അല്പസമയം പോലും കിടക്കുകയോ ഉറങ്ങുകയോ ചെയ്തില്ല. മഹർഷിയുടെ ഉപദേശം അസ്വസ്ഥമായ അദ്ദേഹത്തിന്റെ മനസ്സിന് കുറേയൊക്കെ ശാന്തി നൽകി. എങ്കിലും അസ്വാസ്ഥ്യം മുഴുവൻ വിട്ടുമാറിയില്ല. പ്രഭാതമായതോടും കൂടി മഹാരാജാവ് മഹർഷിയെയും വിതുരനെയും യാത്രയാക്കി. സഞ്ജയൻ പാണ്ഡവന്മാരിൽ നിന്ന് കൊണ്ടുവന്ന സന്ദേശം കേൾക്കുന്നതിനു വേണ്ടി സഭയിലേക്ക് പോകുവാനും തയ്യാറായി. സഞ്ജയൻ പാണ്ഡവന്മാരുടെ അടുക്കൽ നിന്നും മടങ്ങിയെത്തിയ വിവരം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ആ സന്ദേശം സഭയിൽ വെളിപ്പെടുത്താമെന്നാണ് സഞ്ജയൻ അറിയിച്ചത്. അപ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന സന്ദേശമായിരിക്കും അതെന്ന് എല്ലാവരും അനുമാനിച്ചു. അതറിയുവാനുള്ള ജിജ്ഞാസ എല്ലാവർക്കും ഉണ്ടായി. പ്രഭാതമായപ്പോൾ തന്നെ രാത്രിയിൽ ഉറക്കമൊഴിച്ച് കഴിച്ചുകൂട്ടിയ ധൃതരാഷ്ട്രം സഭയിൽ ഹാജരായി. മഹാമയനായിട്ടുള്ള ഭീഷ്മർ, മഹാ ആചാര്യനായിട്ടുള്ള ദ്രോണരും കൃപരും, മഹായോദ്ധാവായിട്ടുള്ള മഹാരഥനായിട്ടുള്ള ശല്യനും കൃതവർമാവും, ജയദ്രഥനും അശ്വത്ഥാമാവും, വിതുരനും തുടങ്ങിയ എല്ലാവരും സഭയിലെത്തി. തുടർന്ന് ദുര്യോധനന്റെ നേതൃത്വത്തിൽ ദുശാസനനും കർണനും ശകുനിയും തുടങ്ങിയവരും വന്നു ചേർന്നു.
പാണ്ഡവ കൗരവ യുദ്ധം ആസന്നമായി കഴിഞ്ഞുവെന്നുള്ള വാർത്ത പ്രചാരിച്ചു കഴിഞ്ഞിരുന്നതുകൊണ്ട് സഞ്ജയൻ എന്താണ് പറയുവാൻ പോകുന്നതെന്ന് അറിയാനുള്ള ഔത്സല്യത്തോടെ ധാരാളം പൗരജനങ്ങളും രാജ്യസഭാഗൃഹത്തിന് പുറത്ത് തടിച്ചുകൂടിയിരുന്നു. എല്ലാവരും സഞ്ജയന്റെ ആഗമനം അക്ഷമയോടെ പ്രതീക്ഷിച്ചിരുന്നു. താമസം വിനാ ദ്വാരപാലകൻ വിളിച്ചു പറഞ്ഞു, ഇതാ സഞ്ജയൻ ആഗതനായിരിക്കുന്നു. സഞ്ജയൻ മഹാരഥന്മാർ നിറഞ്ഞ രാജസഭയിലേക്ക് കയറി എല്ലാവരെയും കൈകൂപ്പി വന്ദിച്ചു. പാണ്ഡവന്മാർ കൗരവരെ പറ്റി നടത്തിയ സ്നേഹാന്വേഷണങ്ങളും ആശംസകളും സഞ്ജയൻ എല്ലാവരെയും അറിയിച്ചു. ധൃതരാഷ്ട്രരുടെ ആശംസകൾ കേൾക്കുവാനായിരുന്നില്ല താല്പര്യം. അർജുനൻ എന്താണ് പറഞ്ഞതെന്ന് അറിയുവാനായിരുന്നു അദ്ദേഹത്തിന് ധൃതി. അദ്ദേഹം ചോദിച്ചു, സഞ്ജയ, ധനഞ്ജയൻ എന്താണ് പറഞ്ഞതെന്ന് പറയൂ. സഞ്ജയൻ പറഞ്ഞു, രാജാവേ, അർജുനൻ അതീവ ക്രുദ്ധനായിരുന്നു. അവന്റെ നേത്രങ്ങൾ രക്താംബുജം പോലെ പ്രജ്വലിച്ചിരുന്നു. പാണ്ഡവരെ തുണയ്ക്കുന്ന വീരകേസരികൾ ഓരോരുത്തരും യുദ്ധത്തിൽ പങ്കെടുത്ത് കൗരവരെ തകർക്കുന്നതും യുവാക്കളുടെ ശിരസ് അറുത്തുവീഴ്ത്തുന്നതും മറ്റും അവർ എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഭയപ്പെട്ടുപോയി. ശിഖണ്ഡി ഭീഷ്മനെയും ദൃഷ്ടദ്യുമ്നൻ ദ്രോണനെയും വധിക്കുമെന്നുള്ള കാര്യത്തിൽ അവനൊരു സംശയവുമില്ല. സാത്വികി യുദ്ധവേളയിൽ കാട്ടുന്ന വീരപരാക്രമങ്ങളും ദ്രുപദനും വിരാട രാജാവിനും ശത്രുക്കളെ നിഗ്രഹിക്കുന്നതിനുള്ള അസാമാന്യ കഴിവും അവൻ വിവരിച്ചപ്പോൾ എൻ്റെ മനസ്സ് സംഭീതമായി. മേഘം പോലെ അസ്ത്രങ്ങൾ വർഷിക്കുവാനുള്ള അഭിമന്യുവിന്റെ കഴിവ് അർജുനൻ വർണ്ണിച്ചത് വിശ്വസിക്കാതിരിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല.